ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുതിയൊരു മോക്ക് ടെസ്റ്റ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ സ്റ്റഡി പ്ലാൻ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 1 തൊട്ട് എങ്ങനെയായിരുന്നു സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള പ്ലാൻ അനുസരിച്ച് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ സാറ്റർഡേ ഇനിയും നിങ്ങൾക്ക് സമയം പോയിട്ടില്ല. ഇനി നമുക്ക് പ്ലാൻ അനുസരിച്ച് റിമൈനിങ് മോഡ്യൂൾസ് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പം മോക്ക് ടെസ്റ്റിന് എല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ്. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ കാണിക്കും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നോക്കാം. ഈ ചാനലിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്നുള്ളതും നോക്കാം. അപ്പം മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ആരംഭിക്കാം. മൊഡ്യൂൾ 9ൻ്റെ മോക്ക് ടെസ്റ്റാണ്. ക്ലാസ് മാർക്കറ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ മൊഡ്യൂള് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ്, അത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ 30 സെക്കൻഡ് വെച്ച് ആദ്യം തരും. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് റിവ്യൂ ചെയ്യാനും തരും. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ് മാർക്കറ്റിംഗ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം വേറെ മൊഡ്യൂൾസിലെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ പ്ലേലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഇപ്പോൾ ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ആദ്യത്തെ 30 സെക്കൻഡ് ഓരോ ക്വസ്റ്റിനും 30 സെക്കൻഡ് വെച്ച് തരും. ആ 30 സെക്കൻഡിൽ നിങ്ങളത് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ ആൻസർ ചെയ്ത കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു 10 സെക്കൻഡ് കൂടെ തരും. നമ്മൾ ആക്ച്വൽ PSC എക്സാമിന് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്ത ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇത് വീഡിയോയുടെ കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഷെയർ ചെയ്യാം. അതിനനുസരിച്ചുള്ള സ്കോർ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ ഉത്തരവും അതിന് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് PSCയുടെ ബോർഡിൽ തന്നെയാണ്. ശരി ഉത്തരമാണ് 1 മാർക്കും, തെറ്റുത്തരമാണ് 1/3 മാർക്കുമാണ് നഷ്ടപ്പെടുക. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് പരീക്ഷയിലേക്ക് പോകാം. ഓക്കെ, so let's begin.
ഓക്കെ, ഇനി നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയമാണ്. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിവ്യൂ ചെയ്യാം. ഓരോ 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കിട്ടും. അതൊന്ന് റിവ്യൂ ചെയ്ത് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. So let's start. ഓക്കെ, അപ്പം ഈ മോഡ്യൂളിൻ്റെ സൊല്യൂഷൻ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോർ അറിയുക, അടുത്ത മോഡ്യൂളിലേക്കുള്ള പ്രിപ്പറേഷൻ തയ്യാറാകുക. അപ്പോൾ അതിന് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ നവംബർ 20 ഒരു ഫുൾ ലെങ്ത് ലൈവ് മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ കേരള PSC ടെക്നിക്കൽ ഗൈഡ് എന്ന് പറയുന്ന ഈ ചാനൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന് വേണ്ടി തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഡെയിലി നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് ഡെയിലി പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ എന്താ നോക്കിയിട്ടില്ലെങ്കിൽ കസാരമില്ല, നിങ്ങൾക്ക് ഈ ഷോർട്സ് ഓരോന്നും പഠിച്ചാൽ മതി. നമുക്ക് ഡെയിലി ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഒന്ന്. അതുകൂടാതെ നമ്മൾ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ തന്നത് ഒക്ടോബർ 1 തൊട്ട് നവംബർ 20 പഠിച്ചു തീരുന്നവരെ ഒരു സ്റ്റഡി പ്ലാനാണ് പ്രിപ്പയർ ചെയ്ത് തന്നത്. അതിനനുസരിച്ച് ഓരോ മോഡ്യൂളിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇതുവരെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള പ്രീവിയസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഒന്ന് റെഡി ആയിരിക്കുക. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ റിമൈനിങ് ഡേയ്സിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ആസ് പെർ പ്ലാൻ. ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആസ് പെർ പ്ലാനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ചുണ്ടാവും. അതുകൂടാതെ അറ്റ് ദി എൻഡ് 90 മിനിറ്റ്സ് നമ്മൾ ആക്ച്വൽ PSC എക്സാമിന് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 90 മിനിറ്റ്സിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 90 മിനിറ്റ്സിലൊരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നടത്താൻ, ലൈവ് മോക്ക് ടെസ്റ്റ് നടത്താനാണ് പ്ലാൻ. അപ്പോൾ അതിനും നിങ്ങളെല്ലാം റെഡി ആയിരിക്കുക. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടും. ഓരോ മോഡ്യൂളിൻ്റെയും മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. ഇപ്പോൾ 90 മിനിറ്റ്സ് ലൈവ് മോക്ക് ടെസ്റ്റിന് എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. നമ്മളിനി നടത്താൻ പോകുന്നത് മൊഡ്യൂൾ 10ൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. അത് നടത്താൻ പോണ നെക്സ്റ്റ് 19th നവംബർ ആണ്. അപ്പോൾ അതിന് എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുക. നമുക്കിനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതിന് വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ, 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് പ്രിപ്പയർ ആയിട്ട് വരിക, അവസാനത്തെ മൊഡ്യൂൾ. അപ്പം നമുക്ക് ഇതിന് ശേഷം നവംബർ 20 നമുക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഈ ചാനൽ, അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത മോക്ക് ടെസ്റ്റും കാണാം. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാം. ഓക്കെ, ബൈ.